ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മളിന്ന് അമ്മമക്കളും വീണ്ടും വണ്ടിയിൽ തന്നെയാണ് കേട്ടോ യാത്ര. ഇപ്പോഴാണ് പിന്നെ വീട്ടിലിരിക്കൽ വളരെ കുറവാണ്. കാരണം ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കാനും പിടിക്കാനും ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ രാത്രിയും വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരവസ്ഥയുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് അമ്മൂട്ടിയുടെയും പായുവിൻ്റെയും മുടി ഒന്ന് വെട്ടണം. അതിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ. തത്തച്ചേച്ചിയുടെ അടുത്തേക്കാണ് നമ്മൾ എല്ലാ കാര്യത്തിനും പോകാറുള്ളത്. എന്ത് ചെയ്യണ്ടെങ്കിലും അതായത് നമ്മുടെ ഈ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത് തത്തച്ചേച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വീഡിയോയിൽ, ഞാനങ്ങനെ ഫേഷ്യലും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ്. എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു 5-6 കൊല്ലം മുന്നേ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ പായുവിൻ്റെ തല ഒന്ന് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ ഓൾറെഡി 2 തലയും ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകിയതാണ്. പക്ഷേ ചേച്ചി പറഞ്ഞു പായിൻ്റെ തല ഒന്ന് വാഷ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പായിൻ്റെ തല വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ ഹെവി ആയിട്ടുള്ള, അതായത് കുറേ ലെയർ കട്ട്, ഫെദർ കട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കട്ടുകളില്ലേ മുടിയിൽ തന്നെ, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. സാധാരണ ആ മുടിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് വെട്ടണേ. അപ്പോൾ അതിൻ്റെ യു കട്ടാണ് കേട്ടോ വെട്ടണേ. അപ്പോൾ പായ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇതിലൊക്കെ തല വയ്ക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. ആദ്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നൊരുക്കി വെട്ടിയപ്പോൾ വെച്ചിട്ടുണ്ട്. പക്ഷേ തത്ത ചേച്ചി കടയൊക്കെ ഒന്ന് എന്താ പറയുക നവീകരിച്ചെടുത്തപ്പോൾ ഈ ഒരു സംഭവം പുതിയത് വെച്ചുള്ളതാണ്. ഇതിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ തല വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. വല്ലാണ്ട് കയറ്റി വെട്ടലും കാര്യങ്ങളൊന്നും അമ്മൂട്ടിക്ക് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ സ്ട്രെയിറ്റ് കട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക 1 ഇഞ്ചൊക്കെ കയറ്റി വെട്ടിയിട്ടുണ്ടാവും. അത്രയുള്ള തുമ്പൊന്ന് കളഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഷോൾഡറിൻ്റെ ഒപ്പം വെച്ച് മുടി വെട്ടിയത് ഫസ്റ്റ് ഏട്ടൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് കേട്ടോ. നമ്മൾ ഷാർജയിൽ നിന്നാണ് വെട്ടിയിട്ടുണ്ടാകുന്നത്. രണ്ടാമത് ഞാൻ പിന്നെയും വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് തത്ത ചേച്ചിയുടെ അടുത്ത് വന്നിട്ടാണ് കേട്ടോ മുടി വെട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ 2 വട്ടം ഞാൻ ഷോൾഡറിൻ്റെ ഒപ്പം വെച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ മരിക്കുന്നതിനെക്കാട്ടും മുന്നേ ഇതുപോലെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് നന്നായി കയറ്റി, ഷോൾഡറിൻ്റെ ഒപ്പമല്ല, അതിനെക്കാട്ടും കുറച്ച് ഇപ്പോൾ അമ്മൂട്ടിയുടെ മുടിയുടെ ഇറക്കമുണ്ടല്ലോ, ഇറക്കം വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് തത്ത ചേച്ചിയുടെ അടുത്ത് പോയിട്ടാണ് നമ്മൾ അത്രയും ഇറക്കിയിട്ട് അത്രയും കയറ്റിയിട്ട് മുടി വെട്ടണത്. പിന്നെ ഏട്ടൻ്റെ അടുത്ത് പോയിട്ടാണ്. അങ്ങനെ 3 വട്ടമാണ് ഞാൻ മൊത്തത്തിൽ മുടി നന്നായിട്ട് കയറ്റി വെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നന്ദുവിൻ്റെ കൂട്ടുകാരത്തിനായിട്ട് അത് അവൾ അഞ്ജിത, അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സ്കൂളിൽ ഇതൊന്നും അലൗഡ് അല്ല. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇതാ ഇവിടെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അടിക്കാൻ വന്നിട്ടുണ്ട് മൂപ്പരാൾ. ഇവിടെ പിള്ളേരുടെ സ്കൂളിൽ സരസ്വതിയിൽ സെക്കൻഡ് സ്റ്റാൻഡോ മൂക്ക് കുത്താനോ നഖം വളർത്താനൊന്നും പാടില്ല എന്ന് പറയണൊക്കെ കേൾക്കാം. പക്ഷേ ചില പിള്ളേരൊക്കെ വളർത്തിയിട്ടൊക്കെ കാണാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേദന ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും വേദന ഉണ്ടാവും. എന്നാലും ആളങ്ങനെ കരയും പിടിക്കൊന്നും ചെയ്തില്ല. ഞാനൊക്കെ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാ വെള്ളം ഒഴുകൊക്കെ ആയിരുന്നു. കാരണം അത്രയ്ക്കധികം അടിച്ച് കയറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പെയിനും കൂടി ആയിരിക്കാം. പിന്നെ ഞാൻ പാർലറിൽ പോയിട്ടല്ല കാത് കുത്തിയിട്ടുള്ളത്, അതാരുമേ പറയാം കേട്ടോ. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് തന്നെയാണ് എൻ്റെ എല്ലാ കാതും കുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അടിക്കുന്നത് എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. അന്ന് നമ്മുടെ കാതുമെന്ന്, അതായത് ഏറ്റവും അടിയിലേക്ക് തട്ടുമെന്ന് മുകളിലേക്ക് ഒരു ജോയിൻ്റ് പോലൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ടൊക്കെയാണ് അന്ന് എനിക്ക് അച്ഛനാണ് കേട്ടോ കാത് കുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്. അതായത് അമ്മയ്ക്ക് പാർലർ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ അതായത് ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അമ്മ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനൊക്കെ പോയിട്ട് നമ്മുടെ കടയിൽ തന്നെ ഒരു പാർലറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് വയ്യാണ്ടായപ്പോഴാണ് ആ നിർത്തലും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം അച്ഛൻ കാത് കുത്താനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. അപ്പം അച്ഛൻ കൈവയ്ക്കാത്ത മേഖലയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അച്ഛൻ എല്ലാ കാര്യത്തിനും എന്താ പറയുക ഇറങ്ങിത്തിരിക്കും. അപ്പോൾ അതിൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനാണ് എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ മുടി കംപ്ലീറ്റ് വെട്ടി തന്നിട്ടുള്ളത്. അച്ഛൻ്റെ കൈ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് എന്താ പറയുക, ചിലരുടെ കൈക്ക് ഭയങ്കര കുരുത്തുണ്ടെന്ന് പറയാറില്ലേ, അത് തന്നെ കേട്ടോ. എൻ്റെ മുടി പെട്ടെന്ന് വലുതായി വരും. അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി എന്താ ചെയ്യണം മുടിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് വലുതാവണമെന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും മുടി ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് പെട്ടെന്ന് വലുതാവും മുടി എങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അടിക്കുന്നത് ഞാൻ പറഞ്ഞില്ല 9ാം ക്ലാസ് വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ബാക്കിലത്തെ മുടി ഉണ്ടല്ലോ അതിങ്ങനെ പഴുത്തിട്ട് എന്താ പറയുക ഈ മാംസത്തിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ട് ഞാൻ ഈ അമ്മയിൽ പോയിട്ട് അത് കീഴെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ആ പരിപാടി നിർത്തിച്ച് കൊടുക്കായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പിന്നെ വീണ്ടും അടിച്ചത്. എനിക്ക് അത് ഞാൻ വാടാനപ്പള്ളിയിൽ ഒരു പാർലറിൽ പോയിട്ടാണ് അടിച്ചത്. പക്ഷേ എനിക്ക് വാങ്ങിക്കണ കമ്മലൊന്നും അന്നൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് ഇടുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് പഴുക്കും. അപ്പോൾ അതുപോലെ പഴുത്തിട്ട് അത് വീണ്ടും നന്നായിട്ട് പഴുത്തിട്ട് അത് ഊരി വെച്ചു കേട്ടോ. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയമായപ്പോൾ വീണ്ടും ഞാൻ ആശ മൂത്തിട്ട് അടിച്ചു. കല്യാണത്തിന് ഒരാഴ്ച മുന്നൊക്കെ ആയിട്ട് അടിച്ചിട്ട് അതും ഒരു രക്ഷയില്ല. അതും ഞാൻ എന്താ പറയുക കല്യാണത്തിൻ്റെ ഒരു തലേ ദിവസമൊക്കെ ആയിട്ട് അത് ഊരി വെച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇട്ടിട്ട് എങ്ങനെയും സെറ്റാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കിയതായിരുന്നു. പക്ഷേ അതും ഇതേപോലെ സക്സസ് ആയില്ലേ. പിന്നെ ഞാൻ പോയിട്ടുള്ളത് ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് അടിക്കൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പം എൻ്റെ കാൽമ കാണുന്ന കംപ്ലീറ്റ് സാധനങ്ങളും ഡോക്ടറെ അടിച്ചെന്നുള്ളതാട്ടോ.
ഡോക്ടർമാരാകുമ്പോൾ ഇങ്ങനെ കുത്തി കയറ്റാണല്ലോ ചെയ്യാൻ. ഞാൻ തരിപ്പിച്ചിട്ടാണ് മൂക്ക് കുത്തിയിട്ടുള്ളതൊക്കെ ഡോക്ടറെ അടുത്ത് പോയിട്ടാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ ഇങ്ങനെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടപ്പോൾ. പക്ഷെ എനിക്ക് കിളി ഹെയർ ആട്ടോ ഇഷ്ടം. അവളെ മുഖത്തിൻ്റെ ചായ തന്നെ മാറി. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. വീട്ടിലെത്തിയിട്ടൊക്കെ ഭയങ്കര ഷോ ആയിരുന്നു. ഇങ്ങനെ മുടി ഇങ്ങനെ ഇടയ്ക്ക് പറയും കിച്ചേച്ചിയുടെ പോലത്തെ സ്ട്രെയിറ്റ് മുടി വേണമെന്നൊക്കെ കണ്ടില്ലേ. പക്ഷേ മൂപ്പൾക്ക് കിളി ഹെയർ ചിലർ പറയുമ്പോൾ അതും ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു ചാട്ടല്ലേ ആ ഒരു പരിപാടിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചാരുദയിലാണ്. ഞാൻ ഇതിന് മുന്നേ ധന്യയിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 മാക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, അവിടെ ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ചാരുദയിലേക്ക് വന്നു. ധന്യയിലൊക്കെ അത്ര എനിക്ക് ഇഷ്ടമായില്ല ഒടുക്കത്തെ വിലയും. ചാരുദയിലാകുമ്പോൾ പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലതൊക്കെ കിട്ടും. പിന്നെ കൊണ്ടുപോകാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂട്ടി വന്നില്ല, അമ്മൂട്ടി കാറിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോയില്ല. എന്തൊക്കെയാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ നല്ല കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ കാറിൽ കയറുമ്പോൾ എപ്പോഴും സ്ഥിരം ചേച്ചിക്ക് അനിയത്തിക്കും അടി കൂടുതലാണ്. ഒന്നാമത് ഫ്രണ്ടിലും ബാക്കിലിരിക്കാനുള്ള അടി, അത് ഒരു വശം. പിന്നെ ഇങ്ങനെ കാറിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കാറിൽ കയറ്റാണ്ട് അകത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന പരിപാടി, അത് ഒരു അച്ഛനുണ്ട് കേട്ടോ ഈ കലാപരിപാടി. ഈ ഒരു ഭാഗം ഞാൻ നമ്മുടെ ചിന്നൂസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ. ചിന്നൂസ് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയക്കാന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി പോകുമ്പോൾ എന്താ ചെയ്യുക, ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും. അതായത് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കേടായി പോണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് പൊടിയും സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുക. ഗോതമ്പ് പൊടി, മൈദ, കടലമാവ്, ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുക. അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അതല്ലാണ്ട് വല്ല ശർക്കരയോ ചെമ്മീനോ അങ്ങനെയുള്ള സാധനങ്ങളും, അത് ഉണക്ക ചെമ്മീൻ കേട്ടോ, അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ മാങ്ങ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. പിന്നെ അതിൽ 2 മുട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുഴുങ്ങിയടിക്കുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ പൗഡേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കായപ്പൊടി, പിന്നെന്താ പറയുക, ഈസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ കേടാവുന്നില്ല. ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ഞാൻ ഓഫ് ചെയ്യില്ല എന്നാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് 2 ദിവസം 3 ദിവസത്തിന് കൂടുതൽ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉറുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതിൻ്റെ ഗ്യാസ് ഇറങ്ങിപ്പോവും. പിന്നെ നമ്മളത് വീണ്ടും ഫില്ല് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടരുത്. ഓക്കെ, അതെനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ ചാരുദയിൽ നിന്ന് എടുത്തിട്ടുള്ള മാക്സി സാധനങ്ങൾ. ഞാൻ സാധാ നോർമൽ മാക്സിയാണ്. നിങ്ങളുടെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ നോർമൽ മാക്സി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എനിക്ക് ഷേപ്പ് വെയറും കാര്യങ്ങളുണ്ടല്ലോ, ആകെ ഒരെണ്ണുള്ളത് കല്യാണത്തിന് എടുത്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അത്രയും വർഷം വഴക്കുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ഈ 3 ഞാൻ എടുത്തത് കേട്ടോ. അതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. 200 സംതിങ് ഒക്കെ ഉള്ളൂ എല്ലാത്തിനും. കണ്ടോ, ഇതൊരു 298, പിന്നെ മറ്റേത് 260, 270 ആ ഒരു റേഞ്ചിലാണ് അത് രണ്ടും ഉള്ളത് കേട്ടോ. വീട്ടിലുള്ള ഡ്രസ്സിന് അങ്ങനെ വല്ലാണ്ട് നമ്മൾ പൈസ ചിലവാക്കണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാനിത് പെട്ടെന്ന് കേടാക്കും. ഞാൻ എന്തായാലും നമ്മൾ തുണിയെ പാത്രമൊക്കെ കഴുകിയിട്ട് ആ വെള്ളം ഉണ്ടല്ലോ അത് നേരെ മാക്സിയിൽ തുടയ്ക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടിട്ട് എനിക്ക്. അപ്പോൾ അത് പെട്ടെന്ന് ആ ഒരു ഭാഗം പെട്ടെന്ന് കേടാവും. പിന്നെ നമ്മളിങ്ങനെ കുറേ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് കാര്യം. ഇതുണ്ടല്ലോ, ഇതായിട്ടന്നെ കാറിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഡ്രീം ക്യാച്ചർ വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഡബ്ബില്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി നമ്മുടെ കൺമുന്നിൽ 2 ദിവസം, അതായത് വ്യാഴം വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ പോകും. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോഴേക്കും വീട് കംപ്ലീറ്റ് നീറ്റാണ്. ഒന്നുമില്ല. ഇനിയിപ്പോൾ കള്ളന്മാർ കയറി അവർ തിരിച്ച് എല്ലാം കൊണ്ടു തരണ്ട. ചിലർ പറയും വീട് അടച്ചിട്ട് പോകണമെന്നൊന്നും പറയരുതെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഒന്നുമില്ല കേട്ടോ. സത്യത്തിൽ നമ്മളെല്ലാതും സേഫ് ആക്കിയിട്ട് വെച്ചിട്ട് തന്നെയാണ് പോകുള്ളൂ. ഒന്നും ഇവിടെ വെച്ചിട്ട് പോകില്ല കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.